ചക്ക വരട്ടിയത് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അവിടെ കുറേ ചക്ക കിട്ടിയപ്പോൾ ലാസ്റ്റ് കുറച്ച് ചക്കയും കൂടെ എടുത്തിട്ടുണ്ട്. അതൊന്ന് സേവ് ചെയ്ത് വെക്കണം എന്ന് വിചാരിച്ചേ. എനിക്ക് അത്ര എക്സ്പേർട്ട് അല്ല, എങ്കിലും ഒന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ വരിക്കച്ചക്കയായിരുന്നു ഒന്ന് മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഉരുളി നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു 2.5 സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കണം. ഗീയിലേക്ക് നമ്മൾ ചക്ക അടിച്ചു വെച്ചിട്ടുള്ളത്, മിക്സിയിൽ അടിച്ചു വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കുക. ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെ എടുക്കണം കേട്ടോ ചക്ക. എനിക്കിതിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കും. അപ്പോൾ നോക്കിയിട്ട് മിക്സിയിൽ നന്നായിട്ട് ഒന്ന് അടിച്ചിട്ട്, വരിക്കച്ചക്ക ആയതുകൊണ്ടാണ് മിക്സിയിൽ അടിച്ചെടുത്ത് ഇതിലേക്ക് ഇടുക. ഒന്ന് 2 മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ശർക്കര ഉരുക്കി ഒഴിക്കണം. ഒരു 2 കട്ട ശർക്കര ഞാൻ എടുത്തിട്ടുള്ളത്. എനിക്ക് കറക്റ്റ് കണക്ക് പറഞ്ഞു തരാൻ അറിയില്ല. 2 കട്ട ശർക്കര ഉരുക്കി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. അതിലേക്ക് നമ്മൾ ജീരകം, ചുക്ക്, ചെറിയ ജീരകം, ചുക്ക്, ഏലക്ക ഇത് 3 പൊടിച്ച് വെച്ചിട്ടുണ്ട്. സാധാരണ ചക്കയടയ്ക്കൊക്കെ എടുക്കാറുണ്ട് ഇത്, അതുകൊണ്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പായസത്തിനുമൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അത് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, എന്നാലാണ് ഇത് കറക്റ്റ് പരുവത്തിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ സൺഡേ ആയതുകൊണ്ട് എല്ലാവരും കുക്കിങ്ങിൽ കയറിയിട്ടുണ്ട്. സാലഡ് ഉണ്ടാക്കുകയാണ്, സാലഡ് അരിഞ്ഞുണ്ടാക്കുകയാണ്. അപ്പോൾ മോൻ ഇളയാളാണ്, അവന് മുട്ടയൊക്കെ റെഡിയാക്കി കൊടുക്കുക സാലഡിലിടാൻ വേണ്ടിയിട്ട്. 2 മക്കളും ബോയ്സാണ്, 2 മക്കൾ. 2 മക്കൾക്കും അത്യാവശ്യം കുക്കിങ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അവരതുകൊണ്ട് അത്യാവശ്യം കുക്കിങ്ങൊക്കെ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഗീ ഇടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇത് വിട്ട് കിട്ടത്തില്ലേ. ഒരു 10-20 മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുക്കണം. കുറച്ചായതുകൊണ്ട് കുറച്ച് നേരം ഇളക്കി നമുക്കിങ്ങനെ വിട്ട് വരും. ആ ഉരുളിയിൽ നിന്ന് ഇങ്ങനെ മാറി വരും, അത് വിട്ട് വരും. അപ്പോൾ ആ ഒരു പരുവം എനിക്ക് ഒത്തിരി കട്ടിയാവുന്ന ഇഷ്ടമല്ല. ഈ ഒരു പരുവത്തിൽ ഞാൻ കുറച്ചുകൂടി ഒരു 20-25 മിനിറ്റ് ഇളക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു നല്ല ഹൽവ പോലെ കിട്ടും. ആ ഒരു എനിക്ക് കുറച്ചൊന്നിങ്ങനെ ഉരുകിയിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഒത്തിരി കട്ടിയാക്കാതെ ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത്. വീട്ടിൽ ഇക്കയുടെ അത്ത ഉണ്ടാക്കുമായിരുന്നു പണ്ട് ചക്ക വീട്ടിലുള്ളപ്പോൾ. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് കണ്ടുപഠിച്ചേക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ഒരുപാട് സാധനങ്ങളൊന്നും ചേർക്കുന്നത് എനിക്കിഷ്ടമല്ല. നട്ട്സൊക്കെ ചേർക്കാറുണ്ട് ചിലർ, പക്ഷേ ഇതെനിക്കിങ്ങനെ ആ ഒരു കുറച്ചിങ്ങനെ യമ്മി ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. എന്നിട്ട് ഞാനൊരു ബൗളിലേക്കൊരു ടിന്നിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. അത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളൂ കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പുറത്ത് വെച്ചാൽ പോലും ഇത് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. പക്ഷേ ഇത് നാളെ ഇരിക്കില്ല, ഞാൻ 2 ദിവസം കൊണ്ട് തിന്നും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം അത് കണ്ടോ. ചെറിയ ബൗളിലേക്കൊക്കെ എടുത്ത് നല്ല ഗീ ഇങ്ങനെ വിട്ട് നിൽക്കും, നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ കുറച്ച് ചക്കയൊക്കെ കിട്ടുമ്പോൾ എടുത്ത് വെച്ചാൽ, ചക്ക ഇല്ലാത്ത സമയത്ത് നമുക്കിത് ഭയങ്കര ഇഷ്ടമായിരിക്കും കഴിക്കുമ്പോഴേ. അങ്ങനെ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ സ്റ്റോറിലേക്ക് പോകാനായിട്ട് റെഡിയായേ, കാരണം സൺഡേ സ്റ്റോറുണ്ട്. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ഷോപ്പിലേക്ക് പോകാമെന്ന് വിചാരിച്ച് റെഡിയായി പോകുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇനി വേണമെന്നാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഒരു അറിവുകളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അറിവുകൾ നിങ്ങളും കമൻറ്റിൽ ഷെയർ ചെയ്യുക. താങ്ക്